ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് അവിടെ കാണിക്കുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ്. അപ്പോൾ ഇത് പോയിട്ടുള്ളത് ഏങ്ങണ്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുമായിട്ട് പോയതായിരുന്നു കേട്ടോ. പോയത് വാഗമണ്ണിലേക്കാണ്. അപ്പൊ അവിടെ പോകുമ്പോണ്ടായ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ അവിടെ ഇതിൽ കാണിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല. കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത്, എന്നാലും കുറച്ച് ലെങ്തി ആണ് കേട്ടോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ പോകുന്ന വഴിക്ക് ചേറ്റുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഫാമിലി കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ ഏങ്ങണ്ടൂർ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടേക്ക് പോകുന്നത്. അവിടെ 2-3 ഫാമിലി കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ ഞങ്ങൾ എത്തി. അവിടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വണ്ടിയിൽ കയറാൻ തുടങ്ങുകയാണ്. അവിടെ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്തോട്ടെ ഞങ്ങള്. ഇനി പോകുന്ന വഴിക്ക് ഓരോരുത്തരെയും പിക്ക് ചെയ്യാനുണ്ട് കേട്ടാ. എല്ലാവരും മെയിൻ റോഡിൽ നിൽക്കാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. പറവൂര് വരെയും കയറാനുള്ള സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തരെയും പിക്ക് ചെയ്തോണ്ട് നിൽക്കാണ് കേട്ടാ. അങ്ങനെ ഇപ്പൊ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാലെത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ പോകുമ്പോൾ ഒരു കാഴ്ച കേട്ടാ. നല്ല ഭംഗി ഉണ്ടായിരുന്നു രാത്രിയിലെ ഒരു കാഴ്ച കാണാന്. നേരിൽ കാണുമ്പോ കുറച്ചുകൂടി ഭംഗി ഉണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ മക്കളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്നാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അവരിന്ന് കഴിക്കുന്നത്. സ്നാക്സ് കഴിച്ചപ്പോ മക്കളുടെ മൂടൊന്നും മാറിയിട്ടുണ്ട് കേട്ടാ. പിന്നെ പാട്ട് വെച്ചപ്പോ പിന്നെ പാട്ടിന്റെ അനുസരിച്ച് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് പറവൂരിന്ന് കയറാനുള്ള ആളും കൂടി കേറിയിട്ടുണ്ട് കേട്ടാ. ഈ ആളാണ് ടൂറിന്റെ ഇൻചാർജ് കേട്ടാ. ഇപ്പൊ ഞങ്ങള് കൊച്ചി എയർപോർട്ട് റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അവിടുന്ന് എല്ലാവർക്കും ഒന്ന് ചായ കുടിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് ആ റോഡിൽ കടന്നിട്ട് കുറച്ച് കടകളുണ്ടല്ലോ, അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് ഓരോ ചായ കുടിക്കാം. പിന്നെ ടോയ്ലറ്റ് പോകാനുള്ളവർക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റീഫ്രഷ് ആയിട്ട് കയറാന്ന് വിചാരിച്ച്.
അങ്ങനെ കാലിച്ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ടുണ്ട് എല്ലാവരും. വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. കാലടി തൊടുപുഴ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മള് ടൂറ് പോകുമ്പോ അതിന്റെ ഒരു വൈബോട് കൂടി വേണല്ലോ പോകാനായിട്ട്. ഇപ്പൊ എല്ലാവരും ചായ കുടിച്ച ഒരു മൂഡിലാണ് കേട്ടാ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവരുടെ പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. കുട്ടികളൊക്കെ അവരുടെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല ആട്ടവും പാട്ടൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തരും എണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. ഇപ്പൊ എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ടൂറായിരുന്നു കേട്ടത്.
സ്കൂളിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ട്രാവലിങ്ങും ഫുഡ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ടൂർ പാക്കേജ് ആയിരുന്നു കേട്ടത്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം, ഇടിയപ്പം, മുട്ടക്കറി, കടലക്കറി ഇതാണ് ഇട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷമാണ് പിന്നെ യാത്ര തുടങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വണ്ടിയിൽ കയറി. ഇനി എല്ലാവർക്കും പാട്ട് പാടാനുള്ള സെക്ഷനാണ് കേട്ടോ. അപ്പൊ അവരവർക്ക് പറ്റുന്ന പോലെ 2 വരി എല്ലാവരും ഒന്ന് പാടിയിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള യാത്രയായിരുന്നു കേട്ടത്. അടിപൊളിയായിരുന്നു ഈ ടൂറ്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ വടക്കുന്നാഥന്റെ മുമ്പിൽ വാചങ്ങളിൽ ഒരു കഥ മെനയുകയാ ഒരു പിടിയവിനിൻ കഥ പോലിവളൊരു പരിണയ കഥ പറയാ അവളോട് കിട്ടിയോ പരിഭവം മറന്നോ ഓ കറുകവയൽ കുരുവി ഒരു വാലൻ കുരുവി അതിലാടും ഒരു ഞാൻ പാട്ടു മുട്ടിലോറും മൗനം ജന്മങ്ങൾ പുൽകുന്നി നാദം നൽകൂ അവിനെ ൊരു പൊൻപൂവേണോ പൂക്കാരാ മുകളിൽ പിന്നെയും പിന്നെയും കണ്ട നേരം പുത്തുലന്നു കാണാതെ വയ്യൊരു തോന്നലായി കണ്ടിട്ടു പോരാതായി തട്ടപ്പോളായി തീനിറഞ്ഞു ഉപ്പുലി വിരിഞ്ഞു മോഹമല്ലായി തുണ്ടികളായി കണ്ട നേരം തുണ്ടലായി കൃഷ്ണ കൃഷ്ണ രാധാകാമുക ഈ ബത്തൻ 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 പാടും കേൾക്കണേ
വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ വിരലുന്നു മൗനം പാടുന്നു അങ്ങുവാനൂണിലെ സൂര്യൻ മുന്നാഴി ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരി പൊന്തരിയായി നിൻ ഹൃദയം സ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ സർവതും ആത്മം നഷ്ടമായ ഫലമിവിടെ ദൈവസ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി ജീവിതം പോരാ കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ ചക്കര കൊണ്ടാണ് കണ്ടതയാ നാടാകെ ചൊല്ലണേ നാടാരും ചൊല്ലണേ നാടാടെ കരയിൽ നിന്ന് കൊടും കാടാണ് ഞാനൊന്ന് തൊട്ടപ്പോൾ നിന്റെ കൂടാണ് കണ്ടതയാ കൂടാണ് കണ്ടതയാ എന്തിനെ നോക്കണേ എന്തിനെ നോക്കണേ ചന്ദ്ര ഞങ്ങളെ അയ്യോ ചന്ദ്ര നീ ഞങ്ങളെ കല്യാണ ചെക്കലുണ്ട് ചന്ദ്രനോ വാങ്ങണം മുണ്ടു മുറിക്കണം പൂത്താലി കെട്ടിയിടണം പൊന്നിൻ പൂത്താലി കെട്ടിയിടണം. ഇത് പൈനാപ്പിൾ കൃഷിത്തോട്ടാണ് കേട്ടാ. പോകുന്ന വഴിക്ക് കണ്ടപ്പോ ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ.
അങ്ങനെ പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോ വീണ്ടും ഡാൻസ് ഒക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട് കേട്ടാ. ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്. ആ വണ്ടികളൊക്കെ കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊരു വ്യൂ പോയിന്റ് ആണ്. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടാണ് കേട്ടാ പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടാ. ഇപ്പൊ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അവിടെ ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഈ വ്യൂ പോയിന്റിൽ എത്തി വരെയുള്ള വീഡിയോ ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ കാണാട്ടാ. വാഗമണിൽ എത്തിയിട്ടുള്ള വീഡിയോസ് ഒക്കെ അടുത്ത പാട്ടിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടാ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തൊരു വാഗമൺ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്